ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കാൻ പോകുന്നത് സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ 2023 PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, കാരണം ഇത് തന്നെയായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 16ാമത്തെ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി 15 ദിവസങ്ങളിലായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോസ് എല്ലാം കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയവും ദൂരവും ഉണ്ട്. അതേപോലെ തന്നെ ഒരു വീഡിയോയും കൂടെ ഉണ്ടായിരിക്കും, വിവരാവകാശ കമ്മീഷൻ്റെ വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്ററും നടന്നു. അവനാകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? അപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആകെ ദൂരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 3 പാർട്ടായിട്ടാണ്. ബസ്സിൽ സഞ്ചരിച്ചത് ഇത്രയും ദൂരമാണ്, കാറിൽ സഞ്ചരിച്ചത് ഇത്രയും ദൂരം, ബാക്കിയുള്ള ദൂരം ഇത്രയും ദൂരം നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ദൂരം കാണാൻ ഇതേ പ്ലസ് ഇത് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഡിഫറെൻറ്റ് യൂണിറ്റിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ, 25 കിലോമീറ്റർ 50 മീറ്റർ ആണ് ആദ്യത്തെ സെക്ഷൻ. പിന്നെ തന്നിട്ടുള്ളത് എത്രയാ? 7 കിലോമീറ്ററും 265 മീറ്ററും. പിന്നെ 1 കിലോമീറ്ററും 30 മീറ്ററുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ കിലോമീറ്ററുകളെ എല്ലാം ആഡ് ചെയ്യുക. ഒരേ യൂണിറ്റുള്ള ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്യാം. കിലോമീറ്ററുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 25 + 7 എന്ന് പറയുമ്പോൾ 32 + 1 33 കിലോമീറ്റർ എന്ന് കിട്ടും. പിന്നെ മീറ്ററുകളെ എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ മീറ്ററുകളെ എല്ലാം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5, അതേപോലെ തന്നെ എത്ര വരും? 8, 4, 345 മീറ്റർ എന്നും വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 345 മീറ്റർ എന്നും വരും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഇത് കണ്ടോ, കിലോമീറ്ററിലാണ് നമ്മുടെ ഓപ്ഷൻസ് എല്ലാം തന്നിട്ടില്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടും. കണ്ടോ, 33.345 എന്നാണ് തന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കിട്ടിയത്? കിലോമീറ്റർ ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് മീറ്ററാണ്. ഈ മീറ്ററിനെ നമുക്ക് കിലോമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മീറ്ററിനെ കിലോമീറ്ററിലേക്ക് ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള മീറ്ററിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീറ്ററിനെ ചെറുതിനെ വലുതാക്കാൻ ഡിവിഷനാണ് ചെയ്യുക. നേരെ തിരിച്ച് കിലോമീറ്ററിനെ മീറ്റർ ആക്കാനാണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. കണ്ടോ, വലുതിനെ ചെറുതാക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ചെറിയതിനെ വലുതാക്കണമെങ്കിൽ ഡിവിഷനും ചെയ്യണം. അപ്പം മീറ്ററിനെ കണ്ടോ, നമുക്ക് ഈ 345 മീറ്ററിനെയാണ് എന്താക്കേണ്ടത്? കിലോമീറ്റർ ആക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താണ് എളുപ്പവഴി? 3 സീറോസ് ആണ്. അപ്പം 3 സ്ഥാനം പുറകിലോട്ട് നീക്കി പോയിന്റ് ഇടുക. 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. ഇവിടെ 2 സീറോ ആണെങ്കിൽ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. 1 സീറോ ആണെങ്കിൽ 1 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ എത്ര സീറോസ് ഉണ്ടോ അത്രയും സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടുക. അപ്പോൾ ഉണ്ടോ, അപ്പോൾ 345 മീറ്റർ എന്ന് പറഞ്ഞാൽ 0.345 കിലോമീറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ എത്രയായി? 33 കിലോമീറ്ററും ഉണ്ട്. പിന്നെ എത്രയാണുള്ളത്? നമ്മുടെ 0.345 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 33.345 കിലോമീറ്റർ എന്ന് ആൻസർ വരും. 33.345 കിലോമീറ്റർ. അപ്പോൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കിലോമീറ്ററിലും മീറ്ററിലാവുമ്പോൾ അതൊന്ന് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്കിവിടെ ആൻസർ ചെയ്താനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 80 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? 840 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനം. അപ്പോൾ വേഗതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 840 km/h ആണ് തന്നിട്ടുള്ളത്. ഇനി എത്ര ദൂരമാണ്? 5040 കിലോമീറ്റർ, അതായത് ഡിസ്റ്റൻസ്.
നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 5040 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എത്ര സമയം വേണം? ടൈമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് നമുക്ക് എന്താ, ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ മെത്തേഡിൽ നമ്മൾ പണ്ട് പഠിക്കാറുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ എസ്, ഇവിടെ ടി, ഇത് ടൈമാണ്. ഇത് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് എല്ലാ റിലേഷനും കിട്ടും. ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ ഏതാണുള്ളത്? എസ് ഇൻറ്റു ടി. കണ്ടോ, അങ്ങനെ നേർക്കാണ് കിടക്കുന്നത്. അതായത് എസ് ഇൻറ്റു ടി ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് കാണണമെങ്കിലോ, ഈ എസ് കാണണമെങ്കിൽ ഈ എസ്സിനെ നമ്മൾ മറച്ചു വെക്കുക. എസ്സിനെ മറച്ചു വെക്കുമ്പോൾ ബാക്കി ഏതാണുള്ളത്? ഡി ബൈ ടി. കണ്ടോ, മുകളിലും താഴെയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എസ് ഈക്വൽ ടു ഡി ബൈ ടി എന്ന് വരും. ഇനി ടി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടീനെ നമ്മൾ മൂടി വയ്ക്കുക. ടീനെ മൂടി വയ്ക്കുമ്പോൾ ബാക്കി ഏതാണത്? ഡി ബൈ എസ് ആണ്. അപ്പോൾ ടി ഈക്വൽ ടു എന്തായിരിക്കും? ഡി ബൈ എസ്. കണ്ടോ, അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ റിലേഷനും കിട്ടും. ഡി ഈക്വൽ ടു, ഇത് അടുത്തടുത്ത് നേർക്ക് ഒരേ ലൈനിൽ കിടക്കുന്നതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എസ് ഇൻറ്റു ടി എന്ന് വരും. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, അത് മുകളിലും താഴെയായിട്ടാണ് കിടക്കുന്നത്. ഡി ബൈ ടി എന്ന് എഴുതാം. ടി ഈക്വൽ ടു ഡി ബൈ എസ്. കണ്ടോ, ഡി ബൈ എസ് എന്നും എഴുതാം. ഇതാണ് റിലേഷൻ. അപ്പോൾ നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ഇവിടെ 5040 ആണെന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 840 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ യൂണിറ്റിലാണോ നോക്കുക. കണ്ടോ, കിലോമീറ്റർ പെർ അവർ ആയിരിക്കണം സ്പീഡ്, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എല്ലാം കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്, ഇതും കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് ഒന്നും ഇവിടെ മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 42. ഇവിടെയാണെങ്കിൽ 252 എന്ന് വരും. 252. അപ്പോൾ 42ഉം 252 നമുക്ക് 7 വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, 6 7 6 തവണ പോവും. 6 7 ആണ് 42. ഇവിടെയാണെങ്കിൽ 7 എന്ന് പറയുന്നത് 3 തവണ 21, ബാക്കി 42 6 തവണ. അപ്പോൾ എത്ര വന്നു? 36/6 എന്ന് വന്നു. അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 6. ഈ 6 എന്ന് പറയുന്നത് എന്താ? മണിക്കൂർ, സമയമാണ്. സമയം ഇവിടെ മണിക്കൂറിലാണ്. 6 മണിക്കൂർ. കണ്ടോ, 6 മണിക്കൂർ എന്നതാണ് ആൻസർ വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ടൈം മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താ? തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം. ഓക്കെ, സ്പീഡ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സ്പീഡ്, ശരാശരി വേഗത കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 360 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 4 മണിക്കൂർ 30 മിനിറ്റ് ആണ്. 4 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണെങ്കിൽ സ്പീഡ് എന്തിലായിരിക്കണം? കിലോമീറ്റർ പെർ അവറിലായിരിക്കണം എഴുതേണ്ടത്. കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് കിലോമീറ്ററിലും ടൈം നമുക്ക് അവറും മിനിറ്റും കൂടിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക്, അവറിലേക്ക് മാറ്റണം. നമുക്കറിയാം ഇത് 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 4.5 മണിക്കൂറാണ്. അപ്പോൾ ഈ 4.5 മണിക്കൂറിനെ 4.3 എന്ന് എഴുതരുത്. 4.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 ആണ്. 4.5 മണിക്കൂർ. അതെങ്ങനെ കിട്ടും? ഇതുണ്ട്, 4 മണിക്കൂർ 30 മിനിറ്റ് എന്നല്ലേ. അപ്പോൾ മണിക്കൂർ അതുപോലെ എഴുതുക. 4 മണിക്കൂർ പ്ലസ് 30 മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ, ചെറുതിനെ വലുതാക്കാൻ എപ്പോഴും ഹരിക്കുകയാണ് വേണ്ടത്. 60 കൊണ്ട് ഹരിക്കണം. ഇനി മണിക്കൂറിനെ മിനിറ്റിലേക്ക് ആക്കാനാണെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം. അപ്പോൾ ഇവിടെ മിനിറ്റിനെ മണിക്കൂറിലാക്കാൻ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 മണിക്കൂർ എന്ന് വരും. 4 + 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 + 0.5, അതായത് 4.5 മണിക്കൂർ. കണ്ടോ, 4.5 മണിക്കൂർ എന്നാ വരിക ടൈം. ഇനി സ്പീഡ് കാണാൻ എന്താ ചെയ്യുക? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നമ്മുടെ ട്രയാങ്കിൾ വെച്ച് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ചെയ്ത, ഇവിടെ സ്പീഡ്, ഇവിടെ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് 360 ആണ് ബൈ 4.5 എന്ന് വരും. 4.5. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ പോയിന്റിനെ കളയുക. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റാണ് ഉള്ളത് അല്ലേ. ഈ ഒരു പോയിന്റിനെ കളയാൻ വേണ്ടിയിട്ട് 10 വെച്ചാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു പോയിന്റ് കളയാൻ ഒരു 0 ഉള്ള നമ്പർ 10.
2 പോയിന്റ് ഉണ്ടെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 പോയിന്റ് ഉണ്ടെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 പോയിന്റ് ആണ്, അപ്പോൾ താഴെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 3600/45. 3600/45 9 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 9×5 ആണ് 45. ഇത് 9×4 36 എന്ന് വരും. 5 ഇതിൽ എത്ര തവണ പോവും? 80. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരുന്നത്? 80 km/h. 80 km/h എന്നാണ് ആൻസർ വരിക. 80 km/h. അപ്പോൾ ഇതൊന്ന് നോക്കണം. 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4.5 ആണ്. 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്ന് പറയുന്നത് 1/4 ആണ്, അതായത് 0.25 ആണെന്ന് ആലോചിക്കാം. അതേപോലെ 3/4 എന്ന് പറഞ്ഞാലോ 3/4 ആണ്, അതായത് 0.75 ആണ്. ഓക്കെ, അര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്, 0.5. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 4.5 എന്ന് പറഞ്ഞാൽ 4.3 അല്ല, 4.5 ആയിട്ട് വേണം എടുക്കാൻ. ഇനി ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. അപ്പോൾ ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? മണിക്കൂറിൽ 75 കിലോമീറ്റർ, അതായത് 75 km/h. ഒരു മണിക്കൂറിൽ 75 കിലോമീറ്റർ, അതാണ് സ്പീഡ്. ഇനി ആ ട്രെയിൻ 20 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ ടൈം തന്നിട്ടുള്ളത് എത്രയാണ്? ടൈം 20 മിനിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് മണിക്കൂറിലും ഇവിടെ ടൈം മിനിറ്റിലും ആയാൽ നമുക്ക് ശരിയാവില്ല. എല്ലാത്തിനും ഒരേപോലെ ആക്കണം. ഒന്നില്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ km/h. അപ്പോൾ ഇവിടെ കിലോമീറ്റർ എന്നല്ല തന്നിട്ടില്ല, km/h തന്നിട്ടില്ല. അപ്പോൾ ടൈമിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? അവറിലേക്ക് മാറ്റുക. അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? 20. ചെറുതിനെ വലുതാക്കുകയാണ്. ചെറുതിനെ വലുതാക്കുമ്പോൾ ഡിവിഷൻ ചെയ്യണം. 60 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ എത്ര വരും? 1/3 എന്ന് വരും. 1/3 മണിക്കൂർ. 1/3 മണിക്കൂർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 75 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 1/3. എത്ര വരും? 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 25 ഏതിലാണ് തന്നിട്ടില്ല? കിലോമീറ്റർ. 25 കിലോമീറ്റർ എന്നുള്ളതാണ് ഇവിടെ ഡിസ്റ്റൻസ് വരിക. 25 കിലോമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു പോകാനും ആകെ കൂടിയിട്ട് 10 മണിക്കൂറാണ് എടുത്തത്. ഇനി 2 യാത്രയും സൈക്കിളിലായിരുന്നു എങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. എങ്കിൽ 2 യാത്രയും നടന്നു പോകാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തിൽ നിന്ന്, ഇപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. A to B ഇങ്ങനെ പോവാണ്. അപ്പോൾ പറഞ്ഞു ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോയത് സൈക്കിളിലാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ആൾ സൈക്കിളിൽ പോയി. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു വന്നു. ബിയിൽ നിന്ന് എയിലേക്ക് എങ്ങനെയാണ് വന്നത്? നടന്നാണ് വന്നത്. നടന്നു വന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് സൈക്കിളിലും ബിയിൽ നിന്ന് എയിലേക്ക് നടന്നും വന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ, അപ്പോൾ സൈക്കിളിൽ പോകാനുള്ള സമയം ഇത് നമുക്കറിയില്ല. സൈക്കിളിൽ പോയപ്പോൾ എത്ര സമയം എടുത്തു, തിരിച്ച് നടന്നു വന്നപ്പോൾ എത്ര സമയം എടുത്തു എന്ന് അറിയില്ല. അപ്പോൾ സൈക്കിളിൽ പോകാനുള്ള സമയം x ആയിട്ടും തിരിച്ചു വരാനുള്ള സമയം നമ്മൾ y ആയിട്ടും എടുത്തു. അപ്പോൾ ഇവിടെ ടോട്ടൽ x + y എന്ന് പറയുന്നത് 10 മണിക്കൂറാണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി വേറൊരു കണ്ടീഷൻ തന്നേക്കാണ്. 2 യാത്രയും സൈക്കിളിലായിരുന്നു എങ്കിൽ, അതായത് എയിൽ നിന്ന് ബിയിലേക്കും ഈ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും സൈക്കിളിലായിരുന്നെങ്കിൽ, സൈക്കിൾ 2 സ്ഥലത്തേക്കും സൈക്കിൾ, അതായത് x, ഇവിടെയും x, 2 സ്ഥലത്തേക്കും സൈക്കിളിലായിരുന്നു എങ്കിൽ ടോട്ടൽ x + x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 മണിക്കൂർ. ഇത് എവിടുന്ന് എങ്ങനെയാണ് കിട്ടിയത്? 2ഉം സൈക്കിളിലായിരുന്നു എങ്കിൽ 4 മണിക്കൂർ ആൾക്ക് ലാഭിക്കാമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 മണിക്കൂർ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം പോയത് 10 മണിക്കൂറാണ്. അതിൽ നിന്ന് 4 മണിക്കൂർ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ 10 - 4 എത്രയാണ്? 6 മണിക്കൂർ എടുത്തു എന്നാണ് അർത്ഥം. ഈ രണ്ടാമത്തെ സെറ്റിൽ ആളുടെ ടോട്ടൽ യാത്രയ്ക്ക് 6 മണിക്കൂറാണ് എടുത്തത്. ഇവിടെയാണെങ്കിൽ അയാളുടെ യാത്രയ്ക്ക് ടോട്ടൽ 10 മണിക്കൂർ. അതിൽ നിന്ന് 4 കുറച്ച് 6 മണിക്കൂറാണ് 2 സൈഡും സൈക്കിളിൽ പോയപ്പോൾ. അപ്പോൾ നമുക്കിവിടെ x + x = 6, 2x = 6, x = 3 മണിക്കൂർ എന്ന് കിട്ടും. ഓക്കെ, അതായത് സൈക്കിളിൽ പോകാൻ എത്ര സമയമാണ് എടുക്കുന്നത്? 3 മണിക്കൂറാണ് എടുക്കുന്നത്. സൈക്കിളിൽ പോകാൻ 3 മണിക്കൂർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സൈക്കിളിൽ പോകാൻ 3 മണിക്കൂർ ആണെങ്കിൽ, കണ്ടോ, ഇത് 3 ആണെങ്കിൽ
നടന്നു പോകാൻ എത്ര എടുക്കും? നടന്നു പോകാൻ 10 - 3 7 മണിക്കൂർ എടുക്കും. കണ്ടോ, 7 മണിക്കൂറാണ് നടന്നു പോകാൻ എടുക്കുക. ഒരു സൈഡിലേക്കാണ് പറയുന്നത്, ഒരു സൈഡിലേക്ക് 7 മണിക്കൂർ എടുത്തു. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2 യാത്രയും നടന്നു പോകാൻ, അതായത് എയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും നടന്നു പോകണം. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും നടന്നു പോകാൻ ഇവിടേക്ക് 7 ഇവിടേക്ക് 7. അപ്പോൾ ടോട്ടൽ എത്ര വരും? 7 + 7 14 മണിക്കൂർ. 14 മണിക്കൂർ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഈ കണ്ടീഷൻസ് ഓരോന്നിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഒരാൾ ഒരിടത്തേക്കുണ്ടോ സൈക്കിളിൽ പോയി തിരിച്ച് നടന്നു വന്നു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സും വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ x + y 10 ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ടും സൈക്കിളിലാണെങ്കിൽ x + x എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് അവിടെ തന്നിട്ടില്ല. പക്ഷെ അവിടെ കണ്ടീഷൻ തന്നിട്ട് എന്താ? ആദ്യം പോയതിൽ നിന്ന് 4 മണിക്കൂർ കുറച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 എന്ന് കിട്ടും. അതിൽ നിന്ന് സൈക്കിളിൽ പോകാനുള്ള സമയം നമുക്ക് കിട്ടിയാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നടന്നു പോകാനുള്ള സമയം കിട്ടും. ഒരു സൈഡിലേക്ക് നടന്നു പോകാനുള്ളത്. അപ്പോൾ 2 സൈഡിലേക്ക് ആകുമ്പോൾ ഈ 7 × 2 14 മണിക്കൂർ എന്ന് വരും. ഇനി 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ നീളം 400 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ട്രെയിനിൻ്റെയാണ്. ഓക്കെ, ട്രെയിനിൻ്റെ നീളം 400 മീറ്റർ ആണെന്നും പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയാണ് തന്നിട്ടില്ല? 100 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേഗതയും തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ എല്ലാം ഇവിടെ മീറ്ററിലാണ്, വേഗത മീറ്റർ/സെക്കൻഡിലുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു ട്രെയിനിൻ്റെ കേസൊക്കെ വരുമ്പോൾ ട്രെയിൻ ഒരു പോസ്റ്റിനെ കടന്നു പോകാൻ, ഇപ്പം ഇങ്ങനെ പറയുന്നത് ട്രെയിൻ ഒരു പോസ്റ്റിനെ കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കടന്നു പോകാൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ പോസ്റ്റിൻ്റെയും വ്യക്തിയുടെയും ഒന്നും നീളം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പോസ്റ്റ് വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ട്രെയിനിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ നീളം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഇതേപോലെ പ്ലാറ്റ്ഫോം എന്ന് തരിക, പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ തുരങ്കം എന്ന് തരിക, അല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ എന്ന് തരിക. അപ്പോൾ ഇവർക്കൊക്കെ ഒരു നീളമുണ്ട്. പ്ലാറ്റ്ഫോമിന് ഒരു പെർട്ടിക്കുലർ നീളമുണ്ട്, തുരങ്കത്തിന് ഒരു പെർട്ടിക്കുലർ നീളമുണ്ട്. അതുപോലെ വേറൊരു ട്രെയിൻ വരികയാണെങ്കിൽ അതിൻ്റെ നീളവും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ കണ്ടോ, ഈ ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടി കൺസിഡർ ചെയ്ത് ടോട്ടൽ നീളം വേണം നമ്മൾ എന്തെടുക്കാൻ? ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. 400 + 100 എന്ന് പറയുന്ന 500 മീറ്റർ ആണ് നമ്മുടെ എന്തെന്ന് വരിക? ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് 500 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ തുരങ്കം ഏതെങ്കിലും നീളമുള്ള ഒരു വസ്തുവിനെ, ഒരു ട്രെയിൻ നീളമുള്ള വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നീളം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. രണ്ടും കൂടി ആഡ് ചെയ്തത് വേണം അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. വേഗതയും ഇവിടെ തന്നിട്ടുണ്ട്. സമയം കാണേണ്ട ആവശ്യമുള്ളൂ. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? D/s ആണ്. D എന്ന് പറയുന്നത് 500 മീറ്റർ / s എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ്. കട്ട് ചെയ്ത് പോവും. അപ്പോൾ എത്ര വരും? 50 സെക്കൻഡ് എന്ന് വരും. ഇവിടെ 50 സെക്കൻഡാണ്, സെക്കൻഡിലാണ് നമുക്ക് കിട്ടുക. 50 സെക്കൻഡ് എന്നാണ് ഇവിടെ ആൻസർ വരിക. ഇതൊരു LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിളായിട്ട് ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കാണാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരാശരി വേഗതയുടെയാണ്. ഒരു യാത്രയിൽ കാറ് ആദ്യത്തെ 3 മണിക്കൂർ സമയം. അപ്പോൾ ഇവിടെ 2 സെക്ഷനായിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/h വേഗതയിലും, പിന്നെ അതേപോലെ അടുത്തൊരു പാർട്ട് 5 മണിക്കൂർ സമയമാണ്. 5 മണിക്കൂർ സമയം 48 km/h വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ശരാശരി വേഗത ചോദിച്ചിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിക്കാം. കാരണം എന്താ? ഇതാണ് ഇതിൻ്റെ ടൈം അല്ലേ. ഇവിടെ ടൈം തന്നിട്ടുണ്ട്, ഇവിടെ സ്പീഡും തന്നിട്ടുണ്ട്. ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക്, B to C ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ A to B അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെയാണ് കാണുക? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ S × T ആണ്. അതായത് 3 × 40 എന്ന് വരും. 120 കിലോമീറ്റർ എന്നാണ് വരിക. ഇവിടെയാണെങ്കിലോ ഇവിടെ D എന്ന് പറഞ്ഞാൽ 5 × 48 ആണ്. അപ്പോൾ എത്ര വരും? 8×5 40 240 കിലോമീറ്റർ എന്നും വരും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഡിസ്റ്റൻസ് ഒരുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് ശരാശരി വേഗതയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ആദ്യത്തെ ഒരു 120 കിലോമീറ്റർ 40 km/hലും പിന്നത്തെ ഒരു 240 കിലോമീറ്റർ 48 km/h വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്പീഡും ഡിഫറെൻ്റ് ആണ്, ഡിസ്റ്റൻസും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആയി വരുന്ന കേസിൽ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് / ടോട്ടൽ ടൈം ആയിരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് /
ടോട്ടൽ ടൈം. ഇങ്ങനെ എടുക്കണം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇനി അല്ല, ഇവർ ഒരേ ഡിസ്റ്റൻസ് ആണ് രണ്ട് വ്യത്യസ്ത സ്പീഡിൽ കവർ ചെയ്യുന്നതെങ്കിൽ, ഒരേ ഡിസ്റ്റൻസ്, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ A to B ഒരു വേഗതയിലും B to A വേറൊരു വേഗതയിലും, അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് അവിടെ സെയിം ആണ്. പക്ഷേ ഈ കേസ് അവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിസ്റ്റൻസ് 120, അടുത്തത് 240. ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. ടോട്ടൽ ടൈം എത്രയാണ്? 3 മണിക്കൂറും 5 മണിക്കൂറും, 3 മണിക്കൂറും 5 മണിക്കൂറും. അപ്പോൾ എത്ര വരും? 360/8 എന്ന് വരും. 360/8 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ്? 8 4 തവണ 32 എന്ന് വരും. 40 5 തവണ 45 km/h എന്നാണ് വരിക. ശരാശരി വേഗത എന്ന് പറയുന്നത് 45 km/h എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടോ, ഒരാൾ എയിൽ നിന്നതും പ്രീവിയസ് ആണ്, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് 30 കിലോമീറ്റർ വേഗതയിലും, 30 km/h ആണ് കേട്ടോ വേഗതയിലും, മണിക്കൂറിൽ 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30 km/h വേഗതയിലും, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എന്താ 20 km/h വേഗതയിലും, 20 km/h വേഗതയിലുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആണ്, ഇവർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്, സ്പീഡ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, രണ്ട് ഡിഫറെൻ്റ് സ്പീഡിൽ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുവാണെങ്കിൽ അവിടെയുള്ള ഏവറേജ് സ്പീഡ് എന്ന് പറയുന്നത്, ശരാശരി വേഗതയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 2xy/x + y. 2xy/x + y. x എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ള വേഗത, y എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ള വേഗത. അപ്പോൾ 2xy/x + y എന്ന് വരും. 2 × 30 × 20/30 + 20 എന്നാണ് വരിക. അതായത് 2 × 30 × 20/50 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതും കട്ട് ചെയ്യാം. 5 20 4 തവണയാണ്, 4 3 12 × 2 24 km/h. 24 km/h എന്നാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. km/h ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ km/h. ഓപ്ഷനിൽ എല്ലാത്തിലും വേഗതയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ km/h 24 km/h എന്നാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ മറ്റേ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്, പക്ഷേ മറ്റേ ക്വസ്റ്റിനിൽ അങ്ങനെയല്ലായിരുന്നു, ഡിഫറെൻറ്റ് സ്പീഡുകളും ഡിഫറെൻറ്റ് ഡിസ്റ്റൻസുമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വേറൊരു ടൈപ്പാണ്. അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അപ്പോൾ അരുണും പോകുന്നുണ്ട്, കണ്ണനും പോകുന്നുണ്ട്. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ അരുൺ പോകുന്നത് ഒരേ സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത് കേട്ടോ. അപ്പോൾ അരുൺ പോകുന്നത് എത്രയാണ്? 60 km/h പോകുന്നത്. എന്നാൽ കണ്ണൻ പോകുന്നതാണെങ്കിൽ എത്രയാണ്? 40 km/h വേഗതയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുമ്പ്, അപ്പോൾ അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുമ്പ് ലക്ഷ്യസ്ഥാനത്തെത്തി. അതായത് ഇവരുടെ ഈ ഡിഫറൻസ്, ഇവരെത്തുന്ന ഡിഫറൻസ് ആണ് 3 മണിക്കൂറിന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ സഞ്ചരിച്ച ദൂരമാണ് ചോദിക്കുന്നത്. ഒരേ ഡിസ്റ്റൻസ് ആണല്ലോ ഇവർ ട്രാവൽ ചെയ്തിട്ടുള്ളത്, രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കേസ്, അതായത് നമുക്ക് രണ്ട് വേഗതകളും തന്നിട്ടുണ്ട്, അവരുടെ സമയ വ്യത്യാസവും തന്നിട്ടുണ്ട്, അവരെത്തിച്ചേരുന്ന സമയ വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് വേഗതകൾ S1 S2 എന്ന് പറയുന്ന രണ്ട് വേഗതകളും ടൈം ഡിഫറൻസും TD എന്ന് പറഞ്ഞാൽ അവരെത്തിച്ചേരുന്ന ടൈം ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ദൂരം കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അവിടുത്തെ ദൂരം കാണാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? S1 S2 / S1 - S2 × TD. അതായത് ആ രണ്ട് വേഗതകളും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, × T2, ആ TD ആ ഡിഫറൻസ് ചെയ്യുക. അപ്പോൾ എന്താ അവിടെ വരിക? 60 × 40 അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. 60 - 40 20 ആണ്. × ടൈം ഡിഫറൻസ് 3 ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 2 വെച്ച് കട്ട് ചെയ്യാം. 6 360 കിലോമീറ്റർ എന്നാണ് ഇവിടെ ആൻസർ വരിക. 360 കിലോമീറ്റർ എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് വേഗത നമുക്ക് തന്നിട്ടുണ്ടാകും, രണ്ട് വേഗതകളും അവരെത്തിച്ചേരുന്ന ആ ടൈം ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം ദൂരം കാണാൻ.
അല്ല, ഇതേ സംഭവം തന്നെ നമ്മൾക്ക് ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് ചെയ്യുക? ഇവർ രണ്ടുപേരുടെയും ടൈം ഡിഫറൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ടൈം ഡിഫറൻസ് ആണ് 3 എന്ന് തന്നിട്ടുള്ളത്. ടൈം കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ? ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പം എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടൈം എത്രയാ? ഇയാളുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? അതെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ആണ്, സ്പീഡ് എന്ന് പറയുന്നത് 60 ആണ്. ഇവിടെയാണെങ്കിലോ ഇവിടുത്തെ ടൈം എത്രയായിരിക്കും? ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ x/40 ആയിരിക്കും. അത് മനസ്സിലാകുന്നുണ്ടോ? അതായത് അരുൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എക്സ് ആണ്, അരുണിൻ്റെ വേഗത 60 ആണ്. അപ്പോൾ അരുൺ എത്തുന്ന സമയം x/60. കണ്ണൻ എത്തുന്ന സമയമാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് x/40. അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ 3 എന്ന് തന്നിട്ടുള്ളത്. കണ്ടോ, ഇവരുടെ ടൈം ഡിഫറൻസ് അതായത് x/60 മൈനസ് x/40 ആണ് നമുക്ക് 3 എന്ന് തന്നിട്ടുള്ളത്. ഇത് സോൾവ് ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. ഇതെങ്ങനെ സോൾവ് ചെയ്യുക? നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കുറച്ച് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേ ആൻസർ തന്നെയായിരിക്കും കിട്ടുക. 360 കിലോമീറ്റർ. 360 കിലോമീറ്റർ എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക രണ്ടുപേരുടെയും. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആർക്കായിരിക്കും ടൈം കുറവുണ്ടാവുക? സ്പീഡ് കൂടിയ ആൾക്കാണ് ടൈം കുറവുണ്ടാവുക അല്ലേ? സ്പീഡ് കൂടുതൽ 60 കിലോമീറ്ററിൽ സഞ്ചരിക്കുന്ന ആൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇയാളായിരിക്കും വേഗം എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇയാൾക്ക് കുറച്ച് സമയം മതി അല്ലേ? വേഗത കൂടിയ ആളുടെ സമയം കുറവായിരിക്കും, വേഗത്തിൽ പോകുന്ന ആളുടെ സമയം കുറവാണ്. അപ്പോൾ ഇവിടെ കുറഞ്ഞ ടൈം ആയിരിക്കും, ഇവിടെ കൂടുതൽ ടൈം ആയിരിക്കും. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ, x/40 നിന്ന് വേണം x/60 മൈനസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മൈനസ് സൈൻ വരും. x/40 നിന്ന് വേണം x/60 മൈനസ് ചെയ്യാൻ. കാരണം എന്താ? ഇയാൾ കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കണേ. അപ്പോൾ ഇയാൾക്ക് കൂടുതൽ സമയം എടുക്കും. ഓക്കെ, ഒരാൾ 10 km/hലും ഒരാൾ 20 km/hലും പോവാണെന്ന് വയ്ക്കുക. അപ്പോൾ സ്പീഡ് ഇയാൾക്കല്ലേ കൂടുതൽ? ഇയാൾ വേഗം എത്തില്ലേ? വേഗം എത്തും, ഇയാൾക്ക് സമയം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വേഗത കൂടിയ ആളെ രണ്ടാമതായിട്ട് എടുക്കണം. കാരണം അല്ലെങ്കിൽ അവിടുത്തെ സമയം എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ആയിട്ട് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 60x മൈനസ് 40x ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 40 ഈക്വൽ ടു 3 എന്ന് വരും. അതായത് 20x ബൈ 60 ഇൻറ്റു 40 ഈക്വൽ ടു 3. ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 2 എന്നാണ് കിട്ടുക. x ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 60 എത്രയെന്ന് വന്നു? 360 തന്നെ ആൻസർ വന്നു. ഇവിടെ എടുക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം. ഇതെന്താ കാരണം നമ്മൾ പറയുന്നത്? ഇയാൾക്ക് വേഗത കുറവും ഇയാൾക്ക് വേഗത കൂടുതലുമാണ്. നമ്മളിവിടെ ടൈമല്ല എടുക്കുന്നത്, ഈ ടൈമല്ല എടുക്കുന്നത്. ഇയാൾക്ക് കുറവ് ടൈം മതി എത്താനായിട്ട്. കാരണം എന്താ? ഇയാൾക്ക് സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കൂടുതലുള്ള ആൾ വേഗം എത്തും. അപ്പോൾ ഇത് ടൈം കുറവും ഈ ടൈം കൂടുതലുമാണ്. കൂടുതലിൽ നിന്ന് കുറവ് മൈനസ് ചെയ്യണം, കൂടുതലിൽ നിന്ന് കുറവ് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് സിമ്പിൾ വരും, ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ വേഗത കുറവുള്ള ആളെ ആദ്യം എഴുതണം, അത്രേ ഉള്ളൂ. വേഗത കുറവുള്ള ആളെ ആദ്യം എഴുതണം. ഇതാണ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. അതല്ല, നമുക്ക് രണ്ട് വേഗതകളും ആ ടൈം ഡിഫറൻസും ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. 2024 ഇത് ഒരു 3-4 തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കണ്ടോ, ഒരു കാറ് ഒരു നിശ്ചിത ദൂരം മണിക്കൂറിൽ 60 km/hലും പിന്നെ മണിക്കൂറിൽ 60 km വേഗതയിലും അതേ ദൂരം മണിക്കൂറിൽ 80 km വേഗതയിലും സഞ്ചരിക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയം 1 മണിക്കൂർ കുറയും. ഓക്കെ, അപ്പോൾ ഒരു കാർ ഒരു നിശ്ചിത ദൂരം 60 km സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവർ സഞ്ചരിച്ച ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് സെയിം ആണ് കേട്ടോ. അപ്പോൾ ആദ്യം സഞ്ചരിക്കുന്നത് 60 km/hലാണ്, രണ്ടാമത് സഞ്ചരിക്കുന്നത് എത്രയാ? 80 km/hലാണ്. ഓക്കെ, അപ്പോൾ ഈ 80 km/hൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് 1 മണിക്കൂർ ലാഭിക്കാം എന്നാണ് പറയുന്നത്. ആ ടൈം ഡിഫറൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്പീഡും ടൈം ഡിഫറൻസും തന്നാൽ ആ ദൂരം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ അവരുടെ ആ ഡിഫറൻസ് ഇൻറ്റു ടൈം ഡിഫറൻസ്. അപ്പോൾ എത്ര വരും? 60 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിഫറൻസ്, ഈ സ്പീഡുകളുടെ ഡിഫറൻസ് 20 ആണ്, ഇൻറ്റു ടൈം ഡിഫറൻസ് 1 അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. 4 തവണ 6 4 24 240 കിലോമീറ്റർ എന്നാണ് ഇവിടെ ആൻസർ വരിക. 240 കിലോമീറ്റർ. നേരത്തെ പോലെ തന്നെ വേണമെങ്കിൽ ഇവിടെയും ചെയ്യാം. ഇത് എക്സ്, ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുക ഇക്വേഷൻ.
ടൈം ഡിഫറൻസ് കാണാൻ ഇവിടെ x/60 എന്നും x/80 എന്നും വരും. അത് കുറച്ച് എഴുതിയാലും ഇതേപോലെ ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് രണ്ട് സ്പീഡുകളും അവരുടെ ടൈം ഡിഫറൻസും തന്നിട്ടുണ്ടോ, പിന്നെ അവിടെ സഞ്ചരിക്കുന്ന ദൂരം സെയിം ആണോ. അപ്പോൾ ദൂരം സെയിം ആണെങ്കിൽ രണ്ട് സ്പീഡുകളും ഒരു ടൈം ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് വരിക, ഇവിടുത്തെ ടൈം, ഈ ആദ്യം പോയ ടൈം എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്, രണ്ടാമത് പോയ ടൈം എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, സ്പീഡ് കുറവുള്ള ആൾ ആദ്യം എഴുതണം. x/60 മൈനസ് x/80 എന്ന് പറയുന്നതാണ് 1 എന്നുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്താലും ഇതേ ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലത്തെ അടുത്ത ക്വസ്റ്റ്യനാണ് വീണ്ടും വന്നിട്ടുള്ളത്. എന്താണ്, എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക്, കണ്ടോ, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എയിൽ നിന്നും ഒരു കാറ് ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര ചെയ്തു. ഓക്കെ, അപ്പോൾ സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാറ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്കൂട്ടറിലും പോയി കാറിലും പോയി. അപ്പോൾ നമുക്കറിയാം കേട്ടോ, അവിടെ ഒരേ ദൂരമാണ്, രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത് വേറെ വേറെ വേഗതയിലാണ്. ഓക്കെ, അപ്പോൾ ആ വേഗതകളുടെ റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറ്റില്ല കാറിൻ്റെ വേഗത കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാറിൻ്റെ വേഗത ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് നേരത്തെ അതേപോലെ തന്നെ ചെയ്യാം. അതെങ്ങനെയാണ് അതേപോലെ ചെയ്യാം, ഇവിടുത്തെ ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. നമ്മൾ പറയാറുള്ളത് എന്താ, ദൂരം എന്ന് പറയുന്നത് s1 s2 ഡിവൈഡഡ് ബൈ s1 മൈനസ് s2 ഇൻറ്റു ടൈം ഡിഫറൻസ് ആണ്. ഇത് തന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ഒരാൾ സ്കൂട്ടറിലും പോയി കാറിലും പോയി. അപ്പോൾ ഇവിടെ എന്താ, കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതിനാൽ 3 മിനിറ്റ് കാറ് യാത്ര ചെയ്തിട്ടില്ല. അതിനുശേഷം യാത്ര തുടർന്നപ്പോൾ കാറും സ്കൂട്ടറും ഒരുമിച്ച് എത്തി. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ എത്തിയത്. പക്ഷെ അതിനിടയിൽ കാറ് 3 മിനിറ്റ് നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാറ് നിർത്തിയിട്ടപ്പോഴാണ് സ്കൂട്ടർ അവിടെ ഓവർടേക്ക് ചെയ്ത് പോയത്. അതിനർത്ഥം കാറും സ്കൂട്ടറിനും ഇടയ്ക്കുള്ള ആ ടൈം ഡിഫറൻസ് ആണ് 3 മിനിറ്റ് എന്ന് തന്നിട്ടുള്ളത്. ഈ ടൈം ഡിഫറൻസ് ആണ് 3 മിനിറ്റ് എന്ന് തന്നിട്ടുള്ളത്. ഇനി സ്കൂട്ടറിൻ്റെ വേഗതയുടെ ഇരട്ടി വേഗതയിലാണ് കാറ് പോകുന്നത്. ഉണ്ടോ, അപ്പോൾ s1 എന്നുള്ളത് സ്കൂട്ടറിൻ്റെ വേഗതയായിട്ട് എടുക്കുകയാണെങ്കിൽ s2 എന്ന് പറയുന്നത് എന്താ, കാറിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 2s1 ആണ്. കണ്ടോ, അതായത് സ്കൂട്ടറിൻ്റെ 2 ഇരട്ടി വേഗതയിലാണ് കാറ് പോകുന്നത്. അപ്പോൾ സ്കൂട്ടറിൻ്റെ വേഗത s1ഉം കാറിൻ്റെ വേഗത എന്തെന്ന് എഴുതാം, 2 ഇൻറ്റു s1 എന്ന് എഴുതാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദൂരം നമുക്ക് തന്നിട്ടുണ്ട്, 5 ആണെന്ന് തന്നിട്ടുണ്ട്. s1 എന്ന് പറഞ്ഞാൽ സ്കൂട്ടറിൻ്റെ വേഗത, s2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 2s1 എന്ന് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2s1 മൈനസ് s1 ഇൻറ്റു ടൈം ഡിഫറൻസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് 5 ഈക്വൽ ടു 2s1 ഇൻറ്റു s1 ഡിവൈഡഡ് ബൈ താഴെ 2s1ൽ നിന്ന് s1 പോയ s1 ഇൻറ്റു 3. s1ഉം കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു, 5 ഈക്വൽ ടു 2s1, 5 ഈസ് ഈക്വൽ ടു 2s1 ഇൻറ്റു 3 എന്ന് വന്നു. 2s1 ഇൻറ്റു 3 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, s1 ഈക്വൽ ടു 6x1 എന്ന് കിട്ടിയിട്ടോ. 5 ഈക്വൽ ടു 6s1, 5 ഈക്വൽ ടു 6x1 എന്ന് കിട്ടി. പക്ഷേ ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം, ഈ 3 എന്ന് പറയുന്നത് മിനിറ്റിലും ഈ 5 എന്ന് പറയുന്നത് കിലോമീറ്ററിലുമാണ്. ഇത് കിലോമീറ്റർ, ഇത് മിനിറ്റിലാണ്. ഓക്കെ, അപ്പം എന്താ വ്യത്യാസം, കിലോമീറ്റർ പെർ അവർ ആണ് വരേണ്ടത്, മിനിറ്റിലല്ല വരേണ്ടത്. അപ്പം മിനിറ്റിനെ നമ്മളിവിടെ എന്താക്കണം, അവർ ആക്കണമായിരുന്നു. മിനിറ്റ് എന്ന് പറയുന്നതാണ് 3 മിനിറ്റ്. മിനിറ്റിനെ അവർ ആക്കാൻ 3/60 ചെയ്യണം. 3/60, അതായത് ഈ ആൻസർ ബൈ 60 നമ്മൾ ചെയ്യണം. അത് നമ്മൾ വിട്ടുപോയി. കണ്ടോ, അപ്പോൾ 3 മിനിറ്റ് ഇവിടെ കിലോമീറ്ററിലാണ് തന്നിട്ടില്ലെങ്കിൽ മിനിറ്റിനെ എന്തിലേക്ക് മാറ്റണം, അവറിലേക്ക് മാറ്റണം. 3/60 എന്ന് വരും. 6s1/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, s1/10. അതായത് s1 ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. s1 ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ അവർ. ഈ s1 നമ്മൾ എടുത്തിട്ടുള്ളത് സ്കൂട്ടറിൻ്റെ വേഗതയാണ്. സ്കൂട്ടറിൻ്റെ വേഗതയാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാറിൻ്റെ വേഗതയാണ്. കാറിൻ്റെ വേഗത എന്താ, കാറിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സ്കൂട്ടറിൻ്റെ വേഗതയാണ്. അതായത് 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എത്ര വരും, 100 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. 100 കിലോമീറ്റർ പെർ അവർ. കണ്ടോ, അതായത് ഒരേ ദൂരം 2 ഡിഫറൻറ്റ് സ്പീഡുകളിൽ പോവുകയാണ്. അവരുടെ ടൈം ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഈ ഒരു ഇക്വേഷനാണ് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ.
കേസസ് വരുമ്പോൾ. അല്ലാതെ നമുക്കറിയാം ഈ ട്രയാങ്കിളിലുള്ള ഇത് ജനറൽ ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ ഡി എഴുതുന്നു, ഇവിടെ എസ് എഴുതുന്നു, ടി എഴുതുന്നു. അത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അല്ലാതെ നമ്മൾ പഠിക്കേണ്ട ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ റിലേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കാറിൻ്റെ വേഗത എന്ന് പറയുന്നത് ഡയറക്റ്റ് എഴുതാനും ഉണ്ട്, പക്ഷേ നമ്മൾ ലോജിക്കലി ഇച്ചിരി ആലോചിക്കണം. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് 5 കിലോമീറ്റർ ആണ് അവിടെ ഡിസ്റ്റൻസ് എന്ന് തന്നിട്ടുണ്ട്. സ്കൂട്ടറിൻ്റെ വേഗത 1 ആണെങ്കിൽ, സ്കൂട്ടറിൻ്റെ 1 ആണെങ്കിൽ കാറിൻ്റെ എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ 2 ഇരട്ടിയാണ്. അപ്പോൾ സ്കൂട്ടറിൻ്റെ 1 ആണെങ്കിൽ കാറിൻ്റെ 2 ആണ്. ഇനി കാർ എത്ര മിനിറ്റ് നേരം അവിടെ നിർത്തിയിട്ടത്? 3 മിനിറ്റ്. അവിടുത്തെ സമയം എന്ന് പറയുന്നത് 3 മിനിറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാറിൻ്റെ വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് 5 ആണെന്ന് തന്നിട്ടുണ്ട്, 5 കിലോമീറ്റർ. ടൈം എന്ന് പറയുന്നത് ഇവിടെ 3 മിനിറ്റ് എടുക്കണം. 3 മിനിറ്റ് ബൈ 60. അതെന്തിനാ ചെയ്തേ? മണിക്കൂറിലേക്ക് ആക്കാൻ. കിലോമീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇല്ല, കിലോമീറ്റർ പെർ അവർ ആണുള്ളത്. അപ്പോൾ അവറിലേക്ക് മാറ്റാനായിട്ട് 3/60 ചെയ്യണം. അതായത് 5 × 60/3 എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 20. 5 × 20 എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ പെർ അവർ എന്ന് ഡയറക്റ്റ് ആൻസർ കിട്ടി. കണ്ടോ, ഇതിൽ നിന്ന് 100 കിലോമീറ്റർ പെർ അവർ എന്ന് ഡയറക്റ്റ് ആൻസർ കിട്ടി. അതെന്താണ് നമ്മൾ എടുക്കാൻ കാരണം? ഇവിടെ 5 കിലോമീറ്റർ ദൂരമാണ് കാറ് സഞ്ചരിക്കുന്നത്. കാറ് 3 മിനിറ്റ് നേരം അവിടെ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ആ 3 മിനിറ്റ് സമയം അത് അവിടെ വെറുതെ കിടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്കറിയാം സ്കൂട്ടറിൻ്റെ വേഗത 1ഉം കാറിൻ്റെ വേഗത അതിൻ്റെ ഇരട്ടി 2ഉമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് ബൈ ടൈമായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇതിങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോഴാണ് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അല്ല ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ നമുക്കിവിടെ എന്ത് എഴുതാം? ഈ ആൻസർ എഴുതാനായിട്ട് പറ്റും. കൊണ്ടോ? അപ്പോൾ 2 ഡിഫറെൻറ്റ് വേഗത ഒരേ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, 2 ഡിസ്റ്റൻസ് വേഗതയിൽ ഒരേ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാണ് 2 രീതിയിൽ. അപ്പോൾ അവിടുത്തെ ആ ടൈം ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു ഇക്വേഷൻ S1 S2/S1 - S2 ചെയ്യാം. ഇനി എന്താ തന്നിട്ടുള്ളത്? കണ്ടോ, 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത തന്നിട്ടുണ്ട്. 2 തീവണ്ടികളുടെ നീളം അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്. എത്ര? ഒരാളുടെ 250ഉം ഒരാളുടെ 320ഉം. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 നീളമുള്ള ആൾക്കാരാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് അത് ആഡ് ചെയ്തത് വേണം എടുക്കാൻ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 570 മീറ്റർ എന്ന് വരും. 570 മീറ്ററാണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. ഇനി ഈ 2 ആൾക്കാരും എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഒരു തീവണ്ടി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അടുത്ത തീവണ്ടി നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. എതിർ ദിശയിൽ ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്നു. എതിർ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ സ്പീഡ് അപ്പോൾ മണിക്കൂറിൽ ഇവിടെ ഒരാൾ 60 കിലോമീറ്റർ പെർ അവറിലും ഇവിടെ ഒരാൾ 50 കിലോമീറ്റർ പെർ അവറിലുമാണ് സഞ്ചരിക്കുന്നത്. 50 കിലോമീറ്റർ പെർ അവറിലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് എതിർ ദിശയിലാണെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡുകളെ തമ്മിൽ ആഡ് ചെയ്യണം. ഒരേ ദിശയിലാണെങ്കിൽ അവിടുത്തെ ഇഫക്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് S1 - S2 വേണം എടുക്കാൻ. അവരുടെ ഡിഫറൻസ് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ എതിർ ദിശയിലാണെങ്കിൽ സ്പീഡുകളെ ആഡ് ചെയ്യുക, ഒരേ ദിശയിലാണെങ്കിൽ സ്പീഡുകളെ മൈനസ് ചെയ്യുക. നമ്മളോട് സമയമാണ് ചോദിച്ചിട്ടുള്ളത്. T = സമയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? T എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് കിട്ടിയല്ലോ 570 ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 570. സ്പീഡാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഞാൻ ഇവിടെ തന്നത് സ്പീഡ്. 2 സ്പീഡുകൾ തന്നിട്ടുണ്ട്. 2 ആളും എതിർ ദിശയിലാണ് പോകുന്നതെങ്കിൽ ആ സ്പീഡുകളെ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള സ്പീഡ് വേണം നമ്മൾ എടുക്കാൻ. എത്രയാ? 110 കിലോമീറ്റർ പെർ അവർ. പക്ഷേ ഇതെന്തിലാണ് തന്നിട്ടുള്ളത്? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മാറിപ്പോയി. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് വേണം. നമുക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കണ്ടേ? ടൈം ഇവിടെ സെക്കൻഡിലാണ് ആൻസർ തന്നേനെ. കണ്ടോ, ടൈം സെക്കൻഡിലാണ് ആൻസർ തന്നിട്ടുള്ളത്. അതായത് മീറ്റർ പെർ സെക്കൻഡിൽ എടുക്കണം. ഇവിടെ പക്ഷേ കിലോമീറ്റർ പെർ അവറാണ് കിടക്കുന്നത്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെയാക്കുക? ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വലുതിനെ ചെറുതാക്കാൻ ചെറിയ നമ്പർ മുകളിൽ വരണം. വലുതിനെ നമ്മൾ ചെറുതാക്കല്ലേ ചെയ്യുക. അപ്പോൾ ചെറിയ നമ്പർ മുകളിൽ. ഇനി ചെറുതിനെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനോ? ചെറുതിനെ നമ്മൾ വലുതാക്കുക ചെയ്യണേ. അപ്പോൾ വലുതാക്കുമ്പോൾ വലിയ നമ്പർ മുകളിൽ എഴുതണം. കണ്ടോ, 18 ആണ് വലിയ നമ്പർ. വലുതാക്കുമ്പോൾ വലിയ നമ്പർ മുകളിൽ, ചെറുതാക്കുമ്പോൾ ചെറിയ നമ്പർ മുകളിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറുതാക്കുക വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? 570/3
110 ഇൻറ്റു km/h m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18. അപ്പോൾ ഇവിടെ എന്ത് വരും? 570 ഇൻറ്റു 18/110 ഇൻറ്റു 5. അപ്പോൾ 0 കട്ട് ചെയ്ത് പോയി. ഇനി വേറെ ഒന്നും ഇതിൽ പോവില്ല. അപ്പോൾ വേറെ ഒന്നും പോവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 57 ഇൻറ്റു 18, 87 56 എന്ന് വരും. 85 40, 45 177 156 6 12 1 10 26 1026. 1026നെ 55 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതേപോലെ ഡിവൈഡ് ചെയ്യുക, വേറെ ഒന്നും ഇതിൽ വെട്ടിപ്പോവില്ല. അപ്പോൾ 1026നെ 55 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 102 ഒരു തവണയേ പോവുള്ളൂ 55. അപ്പോൾ ബാക്കി എത്ര വരും? ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കി ഇവിടെ എത്രയാണ് വരിക? ബാക്കി 7 47 പോവില്ല. അപ്പം 476 എടുക്കുക. 476. അപ്പോൾ ഇവിടെ കണ്ടോ ഏതൊക്കെ തന്നിട്ടില്ലേ? 1 നമുക്ക് കിട്ടി. 1 കിട്ടി. ഇനി 6ൻ്റെ 7ൻ്റെ 8 ഉണ്ട്. നമുക്ക് 8 ഇട്ട് നോക്കാം. 55 ഇൻറ്റു 8 85 40 85 40 440 കണ്ടോ? അപ്പം 440 8 തവണ പോവും. 440 എന്ന് വന്നു. 6 36 പോവില്ല. ഒരു 0 ഇട്ട് കൊടുത്തു. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ 18 പോയിന്റ്. അപ്പോൾ ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല. 18.1 വരാം, 18.6 വരാം. 1 എന്തായാലും വരില്ലേ? ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 55 എന്നാ വരാൻ പാടുള്ളൂ അല്ലേ? 55 എന്നാ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ 360 കിടക്കണേ. അതിനർത്ഥം 6 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്നാണ്. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 18.6 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 1 നമുക്ക് എഴുതാൻ പറ്റില്ല. 1 എന്ന് പറഞ്ഞാൽ 55 ഇൻറ്റു 1 ആ ഒരു സംഖ്യ ആയിരിക്കണം ഇവിടെ ശിഷ്ടമായി കിടക്കേണ്ടത്. പക്ഷെ ഇവിടെ 360 വരെ പോവാം. 360 വരെ പോവാന്ന് പറഞ്ഞാൽ 55നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വരെ പോവാം. അപ്പോൾ 18.6 എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2 തീവണ്ടികൾ ഒരേ ദിശയിൽ വരുന്നതായിട്ടും ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇതിൻ്റെ ഡിഫറൻസ് വേണം എടുക്കാൻ. കണ്ടോ? ഈ 60ൻ്റെയും 50ൻ്റെയും ഡിഫറൻസ് 10 അത് വേണം എടുക്കാൻ. പിന്നെ ആ യൂണിറ്റുകൾ നോക്കുക. കിലോമീറ്ററിലാണോ, മീറ്ററിലാണോ, അവറിലാണോ, സെക്കൻഡിലാണോ, അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ വരാൻ പോകുന്നത് മെയിനായിട്ട് ശരാശരി വേഗത കാണാൻ. അപ്പോൾ നമുക്കറിയാലോ 2xy/x+y എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. എപ്പോൾ? ഡിസ്റ്റൻസ് അവിടെ സെയിം ആണെങ്കിൽ. അല്ല ഡിസ്റ്റൻസും സ്പീഡും ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ചെയ്യണം. അതൊരെണ്ണം വരാം. ഒരെണ്ണം ഈ തീവണ്ടിയുടെ ഇങ്ങനെ എതിർദിശയിൽ പോകുന്ന കണക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ 2 വേഗതകളും ഒരു ടൈം ഡിഫറൻസും തന്നാൽ S1 S2 എന്നുള്ള ആ ഇക്വേഷൻ വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. SCRT ടെക്സ്റ്റിൽ ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളൊരു വീഡിയോ കൂടി ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരുവിധം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നത്തെ വർഷം ഇതേ സംഭവം തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടൈപ്പുകൾ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.